വോയിസ് ഓഫ് ദ ചർച്ച് എന്ന ഈ ഷാലോം പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊത്തുള്ള വിശിഷ്ടാതിഥി ഇടുക്കി രൂപതയുടെ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവാണ്. 2018 മുതൽ ഇടുക്കി രൂപതയെ നയിക്കുന്ന അഭിവന്ദ്യ പിതാവിൻ്റെ സാമൂഹ്യ ദർശനങ്ങളും സഭാ ദർശനങ്ങളുമൊക്കെ പങ്കുവയ്ക്കപ്പെടുന്ന വിശിഷ്ടമായ ഈ പ്രോഗ്രാമിലേക്ക് അഭിവന്ദ്യ പിതാവെ അങ്ങയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2018 പ്രളയം വന്നപ്പോൾ ഒരുപക്ഷെ അത് ഏറ്റവും ബാധിക്കപ്പെട്ട കേരളത്തിലെ സ്ഥലങ്ങളിൽ ഒരു സ്ഥലം ഹൈറേഞ്ചാണ്. പിതാവെ, അന്ന് മാധ്യമങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ നോക്കിയാൽ വളരെ ശക്തമായിട്ട് സഭയ്ക്ക് ആ സമയത്ത് മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ പള്ളികളും നമ്മുടെ മനുഷ്യരും എല്ലാം അക്കാര്യത്തിൽ ഒരുമിച്ച് നിന്നു. എല്ലാവരുടെയും കയ്യിൽ അതിന് തക്ക ആസ്തി ഉണ്ടായിട്ടോ ഒന്നുമല്ല. പക്ഷെ എന്നാൽ പോലും മനുഷ്യരൊരു പ്രശ്നം വന്നപ്പോൾ അത് ജാതി മത വ്യത്യാസം നോക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ വ്യത്യാസം നോക്കാതെ ഇടുക്കി രൂപതയ്ക്ക് മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് വലിയൊരു അവസരം കിട്ടി. പിതാവ് അതിന് നേതൃത്വവും കൊടുത്തു, ശക്തമായ നേതൃത്വവും കൊടുത്തു. ആ ഒരു കാലഘട്ടത്തെ പിതാവിന് ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കില്ലേ? യഥാർത്ഥത്തിൽ 2018 പെരുമഴ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു കാര്യമാണ്. ഓഗസ്റ്റ് മാസത്തിൽ ശക്തമായിട്ട് മഴ പെയ്തു. ആ കാലഘട്ടത്തിൽ മഴ അല്പം നേരത്തെ തുടങ്ങി. അപ്പോൾ പൊതുവേ ഒരു കാഴ്ചപ്പാടുണ്ടായത് മഴയൊക്കെ പെയ്ത് മണ്ണ് കുതിർന്നിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു ദുരന്തമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയിലാണ് പൊതുവേ ആളുകൾ ധരിച്ചിരുന്നത്. പക്ഷേ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് അതിശക്തമായിട്ട് മഴ പെയ്യുകയും നമ്മുടെ ഇടുക്കി ഡാം ഏകദേശം നിറഞ്ഞ് വരികയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ജനങ്ങൾക്ക് വലിയ ആവേശമായിരുന്നു. ഡാം നിറയും, വർഷങ്ങൾക്ക് ശേഷം ഈ ഡാം തുറന്നു വിടും, അത് കാണാനായിട്ടുള്ള വലിയൊരു ആവേശത്തിലാണ് കേരളത്തിലെ ജനം മുഴുവൻ. അതിങ്ങനെ വളരെ തീക്ഷ്ണതയോടെ നോക്കി നിൽക്കുകയാണ്. ഇടുക്കിയിലെ ആളുകൾക്ക് വളരെ സന്തോഷമാണ്. കാരണം അതിനുശേഷം അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ് ഡാം തുറന്നത്. എനിക്ക് തോന്നുന്നത് 90കളിൽ എന്നോ ഒരു കാലഘട്ടത്തിലാണ് തുറന്നത്. കുറേ വർഷങ്ങളായിട്ട് തുറന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തുറക്കും എന്ന് പറഞ്ഞു അത് ഡാം തുറന്നു വിട്ടു. വെള്ളം ഒഴുകി, ആളുകൾക്കെല്ലാം കാണാൻ വളരെ ഇഷ്ടമായി. അപ്പോൾ ഈ മഴയെക്കുറിച്ചോ ഉരുൾപൊട്ടലിനെ കുറിച്ചോ ഒന്നും ആളുകൾ കാര്യമായിട്ട് ചിന്തിച്ചു. ഒരു കാഴ്ചയായിരുന്നു, അതൊരു കാഴ്ചയായിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, അല്പം വെയിലൊക്കെ തെളിഞ്ഞു, തുറന്നുവിട്ട പല ഷട്ടറുകളും പയ്യെ അടയ്ക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ നേർത്ത രീതിയിൽ വെള്ളം വരാൻ തുടങ്ങി. പെട്ടെന്ന് ഓഗസ്റ്റ് 14, 15 ആ ദിവസങ്ങളായപ്പോഴത്തേക്ക് അതിശക്തമായ മഴ വന്നു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിശക്തമായ മഴ വന്നപ്പോഴാണ് ഇതുപോലെ ഉരുൾപൊട്ടലുകൾ നമ്മുടെ ഇടുക്കിയിലുണ്ടായത്. മറ്റു പ്രദേശങ്ങളിലൊക്കെ പെരുമഴയും അതുപോലെ തന്നെ ഡാം തുറന്നുവിടാൻ വൈകിയതും പെട്ടെന്ന് തുറന്നു വിട്ടതൊക്കെ പ്രളയത്തിന് കാരണമായി നമുക്കറിയാം. ഇടുക്കിയിൽ ഈ പെരുമഴ വന്നപ്പോഴേക്കും ഉരുൾപൊട്ടലുകളുണ്ടായി. അതുപോലെ തന്നെ ഡാമിൽ വെള്ളം കൂടി. ഡാമിൽ നിന്ന് വലിയൊരു അളവിൽ വെള്ളം പുറത്തേക്ക് തുറന്നു വിട്ടു. അങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഈ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു ആഘാതം വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ ഈ ചുറ്റുപാടുമുള്ള, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ അധിവസിക്കുന്ന ഈ മേഖലയ്ക്ക് ചുറ്റുപാടുള്ള എല്ലാ പ്രദേശങ്ങളിലും ഉരുളുപൊട്ടി, റോഡ് നശിച്ചു, ആളുകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ വലിയ ഒരു ദുരന്തമായിരുന്നു. എന്നാൽ ആ ദുരന്തമുഖത്ത് ഓടിയെത്തുവാനായിട്ട് ഇടുക്കിയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക്, ഹൈറേഞ്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്, വളരെ ശക്തമായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനപ്രതിനിധികളെല്ലാം അതിൽ പ്രതികരിച്ചു. ആളുകൾക്ക് വീട് വയ്ക്കുന്നതിനും സഹായം എത്തിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനും രൂപത സാധ്യമായ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. ഞങ്ങളിപ്പോൾ നന്ദിയോടെ അനുസ്മരിക്കുന്നത് ഈ ദുരന്തമുണ്ടായ സമയത്ത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കത്തോലിക്ക രൂപതകളിൽ നിന്ന് ധാരാളം ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ വസ്ത്രം, മറ്റ് അവശ്യ ജീവനോപാധികളെല്ലാം എത്തിക്കുന്നതിൽ അവർ ശ്രദ്ധ കാണിച്ചു. അതെല്ലാം ആളുകളിലേക്ക് കൊടുക്കുവാനായിട്ടുള്ള ഒരു വലിയ സാധ്യത രൂപതയ്ക്കുണ്ടായി. കാരണം രൂപതയ്ക്ക് അങ്ങനെ ഒരു നെറ്റ്വർക്കുണ്ട്, നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ഈ ഭവനം പോയ ആളുകളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ അവർക്ക് സഹായം കൊടുക്കുന്ന കാര്യത്തിൽ, വീട് കേടായവർക്ക് സഹായധനം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് വളരെ നീതിപൂർവകമായിട്ട് വിതരണം ചെയ്യുവാനായിട്ട്
രൂപതയ്ക്ക് കഴിഞ്ഞു. അത് രൂപതയുടെ വലിയൊരു കൃപയായിട്ട് ഞാൻ കരുതുകയാണ്. അത് നമ്മളുടെ വിശ്വാസം എന്താണ്? എല്ലാറ്റിലുപരി ദൈവത്തെ സ്നേഹിക്കുക, തന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ ക്രിസ്തീയ തത്വമാണ് ഇങ്ങനെയുള്ള അടിയന്തര സന്ദർഭങ്ങളിൽ തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തനനിരതരാകുവാനായിട്ട് നമ്മുടെ വിശ്വാസ സമൂഹത്തെ, അതുപോലെ തന്നെ നമ്മുടെ വൈദികരെ, നമ്മുടെ സമർപ്പിതരെ എല്ലാം പ്രേരിപ്പിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. പിതാവ്, ഈ അന്നത്തെ വാർത്തകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, അതായത് പിന്നീട് ഈ കൊറോണ വ്യാപിച്ച് ആളുകൾ മരിച്ച് അവർക്ക് കിട്ടേണ്ട ഒരു നീതി പോലും നിഷേധിക്കപ്പെട്ട് അവരെ അടക്കം ചെയ്തു എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു മനുഷ്യാവകാശം ലംഘനം പോലെ പോലും നമ്മളതിനെ കൈകാര്യം ചെയ്തപ്പോൾ ഇടുക്കിയിലെ യുവജനങ്ങൾ ആ മേഖലയിൽ വളരെ ശക്തമായൊരു ഇടപെടൽ നടത്തിയതായിട്ട് മാധ്യമങ്ങളിലൂടെ ധാരാളം ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. കൊറോണ ബാധിച്ച് മരിച്ചവരെ അടക്കം ചെയ്യാനുള്ള, അത് വൈദികരും ഈ ഒരുപക്ഷെ സ്വന്തക്കാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ മൃതദേഹം ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇടുക്കിയിൽ നിന്ന് നല്ലൊരു ഇടപെടലുണ്ടായി. വൈദികരും യുവജനങ്ങളും ഒക്കെ ആയിട്ട് കുറേ പേരുടെ അതിനെക്കുറിച്ച് പിതാവ്. തീർച്ചയായിട്ടും അതൊരു വലിയ ദുരന്ത കാലഘട്ടമാണ് കൊറോണ കാലഘട്ടം. എല്ലായിടത്തും, അതൊരു പ്രത്യേക പ്രദേശത്ത് മാത്രമല്ല, എല്ലായിടത്തും അത് വളരെയധികം വ്യാപിച്ചു. ആദ്യഘട്ടങ്ങളിൽ ഹൈറേഞ്ചിൽ വളരെ കുറവായിരുന്നു, കാരണം ഇവിടെ പൊതുവെ ജനസാന്ദ്രത കുറവാണ്. പക്ഷേ 2020 തന്നെ ഈ കൊറോണ ബാധിച്ച്, പ്രത്യേകിച്ച് കൊറോണ മൂലമായിരിക്കില്ല ചിലപ്പോൾ മരണം സംഭവിച്ച് മരിച്ച ആളുകൾക്ക് കൊറോണ സ്ഥിരീകരിച്ച് കഴിയുമ്പോൾ അവരെ അടുക്കാനായിട്ട് ബന്ധുമിത്രാദികൾ, നാട്ടുകാരൊക്കെ വളരെ മടി കാണിച്ച കാലഘട്ടമാണ്. അപ്പോൾ അവരുടെ അടക്കം ചെയ്യലിന് ഇവിടെ ഒരു യുവജനങ്ങളുടെ നേതൃത്വത്തിൽ, അതിൽ യുവ വൈദികർ ധാരാളം ഉണ്ടായിരുന്നു. യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അവരൊരു സംഘം രൂപീകരിച്ച് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ മൃതശരീരം സംസ്കരിക്കുന്നതിന് അവരെത്തുമായിരുന്നു. അവർ അവിടെ എത്തി PPE കിറ്റൊക്കെ ഇട്ട് ഈ ബോഡി അടക്കം ചെയ്ത ശേഷമാണ് അവർ തിരിച്ചു വരുന്നത്. അവർക്ക് ആചാരപരമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നടത്തിയാണ് അത് കൊടുത്തിരുന്നത്. അത് ഏത് സമുദായാംഗം ആവശ്യപ്പെട്ടാലും അത് കൊടുക്കുമായിരുന്നു. അപ്പോൾ രൂപത അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചില രാഷ്ട്രീയ കക്ഷികൾ, അതുപോലെ തന്നെ മറ്റ് ചില സമുദായങ്ങളൊക്കെ അത് രൂപതയുടെ ആ പ്രവർത്തനം അവരെ പ്രചോദിപ്പിച്ച് കാണും. ആ രംഗത്തേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതും ഞാൻ അനുസ്മരിക്കുകയാണ്. 100-ലധികം മൃതസംസ്കാര ശുശ്രൂഷകളിൽ നമ്മുടെ യുവജനങ്ങൾ ഈ രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് 2020 കാലഘട്ടത്തിലെയും അതുപോലെ തന്നെ അതിരൂക്ഷമായ മരണങ്ങൾ സംഭവിച്ച 21 കാലഘട്ടത്തിലെല്ലാം ഈ യുവജനങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അത് വീട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു. അതുപോലെ തന്നെ അതൊരു വ്യക്തിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ആദരവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ആ വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ മാന്യമായ രീതിയിലുള്ള ഒരു സംസ്കാരം കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്ദിയാണ്. അത് ചെയ്തതിൽ ആ യുവജനങ്ങൾക്കെല്ലാം വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ യുവ വൈദികരുണ്ടായിരുന്നവർക്കെല്ലാം വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഞാനത് വളരെ നന്ദിയോടെ, സന്തോഷത്തോടെ ആ യുവജനങ്ങളെ അനുസ്മരിക്കുകയാണ്. ശാലോം പ്രേക്ഷകരുടെ എല്ലാം പേരിൽ ഇടുക്കി രൂപത നടത്തിയ ഈ ഒരു വലിയ യജ്ഞത്തിൽ പ്രത്യേകം പിതാവെ അഭിനന്ദിക്കുന്നു. എനിക്ക് തോന്നുന്നു പിതാവിന് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഹൃദയ അലിവുണ്ടാകാനുള്ള ഒരു കാരണം കേരളത്തിലെ ബിഷപ്പുമാരിൽ ആദ്യം കൊറോണ ബാധിച്ചു എന്ന ഒരു പേര് നെല്ലിക്കുന്നേൽ പിതാവിനാണ്. അന്ന് മാധ്യമങ്ങളൊക്കെ ഇടുക്കി ബിഷപ്പിന് കൊറോണ ബാധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തു. പിതാവ് അതിൻ്റെ ഒറ്റപ്പെടലും ദീർഘകാലം ഒറ്റയ്ക്ക് താമസിക്കുകയും അതിൻ്റെ വിഷമങ്ങളുമൊക്കെ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കൊറോണ അനുഭവിച്ചവരുടെയും അതുമൂലം മരണമടഞ്ഞവരുടെയും ഒക്കെ വേദനകളെ കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ പിതാവിന് സാധിച്ചിട്ടുണ്ട്. പിതാവെ, യുവജനങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ കണക്കുകൾ പ്രകാരം വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുകയും കുറച്ച് കഴിയുമ്പോൾ ഇനി വിവാഹം നടക്കില്ല എന്ന് വിചാരിച്ച് അത് വേണ്ടെന്ന് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന യുവജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഹൈറേഞ്ച് പ്രദേശത്ത് ഈ ഒരു കണക്ക് എങ്ങനെയാണ് പിതാവിനെ കാണുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആപേക്ഷികമായിട്ട്
ഇങ്ങനെ ഈ രീതിയിൽ അവിവാഹിതരായി കഴിയുന്ന പ്രദേശം മലയോര മേഖലകളാണ്. അതിലെ ഇടുക്കിയുടെ പ്രദേശം മുഴുവൻ മലയോര മേഖലയായതുകൊണ്ട് തന്നെ വളരെയധികം ചെറുപ്പക്കാർ അവിവാഹിതരായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു 35 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ വിവാഹം നടക്കാത്ത ആണുങ്ങളുടെ കാര്യത്തിൽ. പക്ഷേ ആ പ്രായത്തിലുള്ള സ്ത്രീകൾ അവിവാഹിതരായി കഴിയുന്നത് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മളെ സംബന്ധിച്ച്. ഒരു വ്യക്തിയുടെ തനിക്ക് ചേർന്ന ഒരു ഇണയെ കണ്ടെത്താനായിട്ടുള്ള പ്രയാസം, അതുപോലെ തന്നെ ഇതുളവാക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ, ഒരു കുടുംബം രൂപീകരിക്കാനുള്ള ആഗ്രഹമുള്ള വ്യക്തി അതിനുള്ള സാഹചര്യം ഇല്ലാതെ വരുമ്പോഴുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, അതുപോലെ തന്നെ കുടുംബങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ്, അതെല്ലാം വലിയ ആശങ്കയാണ്. അതിന് പ്രത്യേകമായൊരു പരിഹാരമാർഗം നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് കഴിയില്ല. ഇത് പല വേദികളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രത്യേക പരിഹാരമാർഗം നിർദ്ദേശിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ചെറുപ്പക്കാർ അവിവാഹിതരായി കഴിയാൻ നിർബന്ധിക്കപ്പെട്ടു എന്നതിന് കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം എല്ലായിടത്തും ഉയർന്നതാണ്. പൊതുവേ പെൺകുട്ടികൾ തങ്ങളെക്കാൾ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളെയാണ് കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, ഇടുക്കി പ്രദേശത്തെ ആളുകൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിവാഹിതരായി പോകാൻ താല്പര്യമുള്ള സ്ഥലം കൂടുതലും, എല്ലാവരും അല്ല, കൂടുതലും വികസിത സ്ഥലങ്ങളാണ്, നാട്ടിൻ പ്രദേശങ്ങളാണ് അവർക്ക് താല്പര്യമുള്ളത്. മാതാപിതാക്കൾക്കും അതാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഹൈറേഞ്ചിൽ, പിന്നെ കാർഷിക മേഖലയിൽ കർഷക കുടുംബത്തിലേക്ക് വിവാഹിതയായിട്ട് അയക്കാനോ വിവാഹം ചെയ്ത് പോകാനോ ഒന്നും ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യവുമില്ല. ഇതൊരു വലിയ ദുരന്തമാണ്. ഞാനത് വളരെ വേദനയോടെ കാണുന്ന ഒരു പ്രശ്നമാണ്. അതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കുവാനായിട്ട് നമ്മളൊക്കെ നിസ്സഹായരാണെന്നുള്ളതാണ് അതിൽ വാസ്തവം. അത് ഇടുക്കിക്ക് മാത്രമല്ല, ഒരുമാതിരി എല്ലാ കാർഷിക മേഖലയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പ്രശ്നമുണ്ട്. പിതാവേ, നമ്മളിതിന് പരിഹാരമില്ലെന്ന് പറയുമ്പോഴും ഈ ഒരു ജീവിത പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതവരുടെ ജീവൽ പ്രശ്നമാണ്. പരിഹാരമില്ല എന്ന് നമ്മൾ ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ കൈകളിൽ പരിഹാരമില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിലും ഇത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇത് പരിഹരിക്കപ്പെടണം. ഇത് പരിഹരിക്കപ്പെടുന്നതിനുള്ള വഴികൾ വളരെ കൂട്ടുത്തരവാദിത്തത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. ഞങ്ങൾ വളരെയധികം വിധവാ വിവാഹം ഒക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആശ്ചര്യകരമെന്ന് പറയേണ്ടു, വിധവകളായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും പുനർവിവാഹത്തിന് താല്പര്യം ഇല്ല. അതാണ് ഒരു വഴി. രണ്ടാമതായിട്ടുള്ള വഴി എന്താണ്? പെൺകുട്ടികളെ, ഹൈറേഞ്ചിലെ പെൺകുട്ടികളെ ഹൈറേഞ്ചിൽ തന്നെ കല്യാണം കഴിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അത് സഭയ്ക്ക് പ്രോത്സാഹിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. തീരുമാനങ്ങൾ എടുക്കുന്ന അവരും അവരുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളുമാണ്. ഇതൊരു പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. എന്ത് പരിഹാരം എന്നുള്ളത് നമ്മളെല്ലാവരിൽ നിന്നും തേടേണ്ട ഒരു ഉത്തരവാണ്. പ്രിയമുള്ളവരെ, പിതാവ് പറഞ്ഞതുപോലെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിന് ഒരുപക്ഷെ സഭയുടെ നേതൃത്വം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമല്ല. ഇത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യത നമ്മുടെ ഒക്കെ കാഴ്ചപ്പാടുകളിലുള്ള മാറ്റം കൂടിയാണ്. അതിലേക്ക് നമ്മുടെ ജനങ്ങൾ എത്തട്ടെ. പ്രത്യേകിച്ച് കാർഷിക വൃത്തിയിൽ കഴിയുന്ന ഒരു വീട്ടിലേക്ക് ഒരു സ്വന്തം മകളെ പറഞ്ഞയക്കാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ആ വീട്ടിലേക്ക് ചെല്ലാനോ ഒക്കെ ഉള്ളൊരു കാഴ്ചപ്പാടുള്ള വ്യതിയാനമൊക്കെയാണ് ഈ മേഖലയിൽ വേണ്ടത്. പിതാവ്, എനിക്ക് തോന്നുന്നു പിതാവ് ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചായിരുന്നു ഈ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസമില്ലായ്മ കാരണമാണെന്ന്. എന്തുകൊണ്ടായിരിക്കും പിതാവ് ഇവർ പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടായിരിക്കും ആൺകുട്ടികൾ പോവാത്തത്? അതൊരു സങ്കീർണമായ ഒരു ചോദ്യമാണ്. നമ്മൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ CBCI മീറ്റിങ്ങിന് ബിഷപ്സ് പേഴ്സണലായിട്ടുള്ള സംസാരത്തിൽ പലപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളുടെ ആൺകുട്ടികൾ പലപ്പോഴും വളരെ പിന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. പെൺകുട്ടികളെല്ലാ രംഗത്തും മുന്നോട്ട് വരികയാണ്. പക്ഷേ വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത്
പെൺകുട്ടികൾ പിറകിലും ആൺകുട്ടികൾ മുന്നിലുമാണ് കാഴ്ചപ്പാട്. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിൽ നേരെ തിരിച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ആൺകുട്ടികൾക്ക് മുന്നോട്ടിറങ്ങാനുള്ള ഒരു പുഷ് ഇല്ല. അവർ സ്കൂളുകളിലാണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം, എല്ലാ രംഗങ്ങളിലും മികച്ചു നിൽക്കുന്നത് പെൺകുട്ടികളാണ്. അങ്ങനെ സ്മാർട്ടായിട്ട് വരുന്ന ഒരു രീതിയാണ്. ആൺകുട്ടികൾ അവരിലേക്ക് തന്നെ ഒതുങ്ങുന്നു. കുറച്ചൊരു 10-15 വയസ്സാകുമ്പോൾ അവരുടെ ചെറിയ ഗ്രൂപ്പുകളിലേക്ക് അവർ ഒതുങ്ങുന്നു. പിന്നെ ഈ പഠനരംഗത്തേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ല, പഠനം വഴി കയറി വരുന്നില്ല. പിന്നെ തൊഴിൽപരമായ കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ സ്കോപ്പ് നമ്മുടെ പ്രദേശത്ത് പെൺകുട്ടികൾ കിട്ടുന്നത് നേഴ്സിംഗ് മേഖലയിലാണ്. നേഴ്സിംഗ് മേഖലയിൽ കൂടുതൽ സ്കോപ്പ് ഉള്ളത് കൊണ്ട് പെൺകുട്ടികൾ ആ രംഗത്തേക്ക് എത്തുകയും അവർ ഏൺ ചെയ്യുകയും ചെയ്യുന്നു. ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു മേഖലയില്ല. അവർക്ക് ടെക്നിക്കലായിട്ടുള്ള മേഖലകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കുട്ടികൾ ആ രംഗത്തേക്ക് എത്തുന്നുണ്ട് എങ്കിലും ബാക്കിയുള്ള ആളുകൾ ലഭ്യമായ ചെറിയ വരുമാനങ്ങളിൽ സംതൃപ്തരായി അങ്ങ് കഴിയുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ കുറച്ചുകൂടി ആൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ ജാഗ്രത ചെറുപ്പത്തിൽ തന്നെ എടുക്കുകയും അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ചിലർ പറയുന്നുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല, പെൺപിള്ളേരെയാണ് വീടുകളിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരുപക്ഷെ അവർ കൂടുതൽ ആക്റ്റീവായി വരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ആൺകുട്ടികൾ അതുകൊണ്ട് കുറേ അധികം പിന്തള്ളപ്പെട്ട് പോവുകയാണ്. സഭാതലത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഈ ആൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് അവർക്ക് താല്പര്യമുള്ള സ്പോർട്സ് മേഖലകൾ അല്ലെങ്കിൽ താല്പര്യമുള്ള മറ്റ് മേഖലകളിലേക്കൊക്കെ ക്യാമ്പുകളൊക്കെ നടത്താനായിട്ട് ധാരാളമൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. കുറച്ചുകൂടി അതുപോലെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് മാതാപിതാക്കളെ കൂടുതൽ അവബോധമുള്ളവരാക്കാനായിട്ട് സഭാതലത്തിൽ പല സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അത് ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലെ ആളുകളുടെ ജീവിത നിലവാരം വെച്ചൊക്കെ ആയിരിക്കാം, സ്ത്രീ ശാക്തീകരണത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തു. അതെല്ലാവരും മതങ്ങൾ കൊടുത്തു, രാഷ്ട്രീയ കാര്യങ്ങൾ എല്ലാവരും സ്ത്രീ ശാക്തീകരണത്തിന് 33% സംവരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ഒരു നിരന്തരമായി സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞതുകൊണ്ട് സ്ത്രീകൾ മുന്നിലേക്കും പുരുഷന്മാർ പിന്നിലേക്കും പോയി എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? അതിനൊരു കൃത്യമായ ഒരു ഉത്തരം എനിക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് ആൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ഓറിയൻറ്റേഷൻ, അവർക്ക് കൊടുക്കേണ്ട ഒരു ദിശാബോധം, അത് കൊടുക്കുന്നതിൽ ഈ ഭവനങ്ങൾ കുറേയധികം പരാജയപ്പെട്ടു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയെക്കുറിച്ച് ഞാൻ ഷാജിയോട് സൂചിപ്പിക്കുകയുണ്ടായി. കാർഷിക മേഖലയിലെ ആൺകുട്ടികൾ എന്താണ്, അവർ 10ാം ക്ലാസ് ജയിക്കുന്നു, അവർ പഠനം ചിലപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുന്നു, പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങുന്ന ആൺകുട്ടികളെ കല്യാണം കഴിക്കാനായിട്ട് പെൺകുട്ടികൾ താല്പര്യപ്പെട്ടിട്ടില്ല. അതാണ് ഒരു വലിയ പ്രയാസം. 2 ആൺകുട്ടികൾ അവരുടെ കല്യാണം നീട്ടിവെക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു 30 വയസ്സാകട്ടെ. പലരും പറയുന്ന കാര്യമുണ്ട്, ഇപ്പോഴേ നമ്മുടെ കല്യാണം കഴിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ, 10-30 വയസ്സൊക്കെ ആകട്ടെ, അന്നേരം ചിന്തിക്കുന്നുള്ളൂ, സെറ്റിൽഡ് ആകട്ടെ, അങ്ങനെയുള്ള ചിന്തയൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിന്ത വന്നു കഴിയുമ്പോൾ അവരുടെ പ്രായത്തിലുള്ള പെൺപിള്ളേരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു പോകും. പിന്നെ പ്രായം കുറഞ്ഞ പെൺകുട്ടികളാണ്. പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ വളരെ പ്രായവ്യത്യാസമുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് അവരുടെ വിദ്യാഭ്യാസ നിലവാരവും ജോലിയൊക്കെ അവർക്ക് വലിയ കാഴ്ചപ്പാടുകളുണ്ട്. ഒരു പുതിയ തലമുറയാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഈ ആൺകുട്ടികളുടെ കാര്യത്തിൽ, ഇനിയുള്ള തലമുറയുടെ കാര്യത്തിലെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവർ പഠനരംഗത്തും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു തൊഴിൽ നേടുന്ന കാര്യത്തിലും സ്വന്തം കാര്യം നിൽക്കുന്ന കാര്യത്തിലും എല്ലാം ഒരു ശ്രദ്ധ നേടണം. പിന്നെ ഭവനങ്ങളിൽ എനിക്ക് തോന്നി ആൺകുട്ടികളോടുള്ള അപ്രോച്ച് തന്നെ കുറച്ചുകൂടെ ഒരു സൈക്കോളജിക്കലായിട്ടൊക്കെ അവരുടെ ഒരു പ്രായത്തിനും അവരുടെ ശൈലിക്കൊക്കെ അനുസരിച്ചുള്ള ഒരു അപ്രോച്ചും കൂടെ മാറണം. നമ്മുടെ അപ്രോച്ച് കൂടുതലൊരു പെൺകുട്ടികളെല്ലാം വളരണമെന്നാണ്. പെൺകുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് ഒരു അപ്രോച്ച് എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ആൺകുട്ടികളെ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ഭവനങ്ങളിൽ തന്നെ മാറണം. ഇതാ ഈ ഒരു പ്രതിസന്ധി നമ്മുടെ സ്കൂളുകളിലും പള്ളികളിലുമൊക്കെ ഈ ടീനേജ് പിള്ളേരുടെയൊക്കെ കാര്യത്തിൽ ഈ ആൺകുട്ടികൾ പുറകോട്ട് നിൽക്കുന്നു എന്നൊരു പ്രതിസന്ധി നമുക്ക് സ്കൂളുകളിലും പള്ളികളിലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം നമ്മുടെ കലാരൂപങ്ങളിൽ പുരുഷന്മാർക്കുള്ള കലാരൂപങ്ങൾ എണ്ണം കുറവാണ്. നമ്മളൊരു സ്കൂളിൽ ചെല്ലുകയാണെങ്കിൽ ഡാൻസ്, പാട്ട്, അല്ലെ അതെല്ലാം ഒരു പെൺകുട്ടികളുടെ മേഖലയാണ് അവിടെ കലാപരമായിട്ട് കാണുന്നത്. ഇനി ആങ്കറിങ്ങിന് എടുക്കുകയാണെങ്കിൽ പെൺകുട്ടികളല്ലേ കൂടുതൽ മുന്നോട്ട് വന്ന് ആങ്കറിങ്, അപ്പോൾ എല്ലാ രംഗത്തും അവരാണ് മുന്നോട്ട് വരുന്നത്. നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും ടീച്ചേഴ്സ് എല്ലാം പറയുന്നതാണ് ആൺപിള്ളേർ വളരെ പുറകിലാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അധ്യാപകർ ഇതിലൊരു പങ്കാളികളും ഉത്തരവാദികളുമാണ്. അപ്പം ആൺകുട്ടികളുടെ മാനസിക നിലയനുസരിച്ചുള്ള കലാപരമായ കാര്യങ്ങൾ, സ്പോർട്സ് പരമായ കാര്യങ്ങൾ, മറ്റ് സംഘടനാപരമായ കാര്യങ്ങളെല്ലാം അവരെ മുന്നോട്ട് കൊണ്ടുവന്ന്
അവരെ കൂടുതൽ എനർജറ്റിക് ആക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല. എനിക്ക് തോന്നുന്നത് ഒരു ക്രൈസ്തവ രീതി എടുക്കുകയാണ് ഇന്ത്യ മുഴുവൻ ഈ ഒരു ശൈലിയിലേക്ക് മാറേണ്ട ഒരു ആവശ്യകതയുണ്ട്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയെക്കുറിച്ചാണ് പിതാവ് ഹൃദയം തുറന്നത്. നമ്മുടെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനെതിരല്ല ഇത്. പക്ഷേ ഇത് സന്തുലിതമായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ പുരുഷന്മാരും ശാക്തീകരിക്കപ്പെടണം, സ്ത്രീകളും ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ വളരെ പിന്നോക്കം പോയ കാലഘട്ടത്തിലാണ് സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഒരു മുദ്രാവാക്യവും അതൊക്കെ വന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ആൺകുട്ടികളാണ് പുറകോട്ട് പോകുന്നെങ്കിൽ അതിൽ വളരെ ശ്രദ്ധ വേണമെന്നാണ് പിതാവ്. അത് വീടുകളിൽ വേണം, നമ്മുടെ പള്ളികളിൽ വേണം, സ്കൂളുകളിൽ വേണം. തീർച്ചയായിട്ടും ഇത് നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഉത്തരവാദികളുമാണ്. പിതാവ്, എനിക്ക് വേറൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ. നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ആൺകുട്ടികളുടെ വിവാഹ പ്രായം കഴിഞ്ഞിട്ട് നിൽക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുവേ ഒരു 40-50 കൊല്ലങ്ങൾക്ക് മുൻപ് വിവാഹപ്രായം പെൺകുട്ടികൾക്ക് 18, 19, 20 വയസ്സും ആൺകുട്ടികൾക്ക് ഒരു 21, 22 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് കുടുംബങ്ങൾ ഉണ്ടാകുന്നൊരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. എല്ലാ മതങ്ങളുടെ ഇടയിലും, ക്രൈസ്തവരുടെ ഇടയിലും അത് വളരെ അങ്ങനെ തന്നെയായിരുന്നു. ക്രമേണ അത് സെറ്റിൽഡ് ആവട്ടെ എന്നൊക്കെയുള്ള ചിന്തകൾ വരികയും ആൺകുട്ടികൾക്ക് 30 വയസ്സ് എന്നൊക്കെയുള്ള ഒരു എങ്ങും എഴുതി വെച്ചതല്ലെങ്കിലും അങ്ങനെയൊക്കെ ഒരു ചിന്ത വരികയും ചെയ്തു. പെൺകുട്ടികൾക്ക് 27, 28. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു സഭയുടെ നേതൃത്വ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്ന രീതിയിൽ ആ ഒരു മേഖലയിൽ പിന്നീട് സംഭവിക്കുന്ന അപകടത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കാതെ പോയോ? യഥാർത്ഥത്തിൽ അത് ആ ഒരു പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. നമ്മൾ ചൂണ്ടിക്കാണിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ശ്രദ്ധ കാര്യമായിട്ടൊരു പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. പക്ഷേ കുറേ കാലങ്ങളായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് മെഡിറ്റേഷന്മാരും വൈദികരെല്ലാം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ പുരുഷന്മാർ പിന്നോട്ട് പോകുന്നതിനെക്കുറിച്ചും ഈ അവിവാഹിതരായ പുരുഷന്മാരുടെ എണ്ണം കൂടുന്നതിനെക്കുറിച്ചും. അതുകൊണ്ട് ഇപ്പോൾ നമ്മളതിനെ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സിസ്റ്റം ഒരു അറേഞ്ച്ഡ് മാര്യേജാണ്. അറേഞ്ച്ഡ് മാര്യേജിൽ അറേഞ്ച് ചെയ്ത് പെൺകുട്ടികളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടാൻ എല്ലാവർക്കും താല്പര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നല്ലൊരു ആലോചന വരുന്നു, അത് നടത്തി വിടുന്നു. ആൺകുട്ടികൾ കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊരു ചിന്ത കാരണവന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൺകുട്ടികൾക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ തന്നെ കല്യാണം കഴിച്ച് കുടുംബമായി പ്രാരാബ്ധം ഏറ്റെടുക്കുന്നു. ഞാൻ അടുത്തിടയ്ക്ക് 26 വയസ്സായ ജോലിയുള്ള ചെറുപ്പക്കാരൻ ചോദിച്ചു, നീ എന്നാ കല്യാണം കഴിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, കുറേയും കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുറേയും കൂടെ ഫ്രീ ആയിട്ട് നടക്കട്ടെ. അങ്ങനെ എന്തോ ഒരു തെറ്റായ ഒരു ഇൻഡിവിജ്വലിസം നമ്മുടെ ആളുകളെ കുറേ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ സഭാ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കും. എൻ്റെ ഒരു ചിന്ത, ആൺപിള്ളേർ ഒരു 26, 27 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചൊരു കുടുംബമാണ്. പെൺകുട്ടികളൊരു 25 വയസ്സിന് താഴെ കല്യാണം കഴിച്ചൊരു കുടുംബമാണ്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാവുകയുള്ളൂ. ഭാവി തലമുറയുടെ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം. ഇങ്ങനെയുള്ള പ്രായോഗികമായ കാര്യങ്ങളിൽ സഭ ശ്രദ്ധിക്കണം, കുടുംബങ്ങളും ശ്രദ്ധിക്കണം. പിതാവേ, ഇതിനൊരു പ്രായോഗിക തലം കൂടിയുണ്ട്. അതായത് ആദ്യം മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുടുംബം പോറ്റാൻ പ്രാപ്തി ഉണ്ടാകുമ്പോഴാണ് കല്യാണം കഴിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും സാമ്പത്തികത്തെക്കുറിച്ച് മാത്രമാണ് ഈ സംസാരത്തിലൂടെ ആളുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യത്തിൽ അങ്ങനത്തെ ഒരു നിലവാരത്തിലേക്ക്, സാമ്പത്തിക നിലവാരത്തിലേക്ക് ഉയർന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നൊരു സങ്കല്പം, അത് മാതാപിതാക്കളാണെങ്കിൽ കല്യാണം കഴിച്ചു, ഇനി നിൻ്റെ ചിലവെല്ലാം നീ ചെയ്തോണം, അങ്ങനത്തെ ഒരു ധാരണ കിടപ്പുണ്ട്. പക്ഷേ വിവാഹം കഴിക്കുന്നതോടുകൂടി ഒരു പുതിയ കുടുംബം ഉണ്ടാകുന്നു എന്നത് ശരിയാണ്. പക്ഷെ അതോടുകൂടി അവൻ വേണം അതെല്ലാം പോറ്റാൻ എന്നൊരു ചിന്ത വരുന്നത് കൊണ്ടും കൂടിയാണ് ഈ പ്രത്യേകിച്ച് ആണുങ്ങൾ ഇത് ദീർഘിപ്പിക്കുന്നത്. എന്നാൽ മാതാപിതാക്കൾ തീരുമാനം എടുക്കുകയാണ്, വിവാഹം കഴിച്ചാൽ ആ ഒരു കുട്ടീനെയും കൂടി പോറ്റാനുള്ളത് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു വ്യവസ്ഥിതിയിലേക്ക്, ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റത്തിലേക്ക് ഈ മാതാപിതാക്കൾ വന്നാൽ ഈ ആൺകുട്ടികൾക്ക് 25-ാം വയസ്സിലോ 26-ാം വയസ്സിലോ കല്യാണം കഴിക്കാനുള്ള ഒരു ധൈര്യം കിട്ടുമല്ലോ. എനിക്ക് ഇത് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാനുള്ളത്,
നമ്മുടെ ആൺകുട്ടികൾ കുറച്ചുകൂടി പക്വത പ്രാപിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയാണ്. ഉദാഹരണമായിട്ട് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയോട് കൊച്ചിനോട് ചോദിക്കുക, നീ എന്താണ് അടുത്ത വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആലോചിക്കുന്നേ ഉള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അവന് 17 വയസ്സ് 18 വയസ്സായി. അപ്പോൾ അതിന് ശേഷമാണ് എന്നാൽ അവൻ എന്താ ചെയ്യുക, അത് പ്ലസ് ടു കഴിയുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ എല്ലാവരുടെയും ട്രെൻഡ് എന്ന് പറഞ്ഞത് ജർമ്മൻ പഠിക്കുക, പുറത്ത് പോവുക. ജർമ്മൻ പഠിച്ച എത്ര പേരുണ്ട് B2 ഒക്കെ പാസ്സായി പുറത്ത് പോകാൻ സാധ്യതയുള്ള ആൾക്കാർ? തന്നെയല്ല, പുറത്ത് പോയാലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മാതാപിതാക്കൾ ഇവരുടെ കാര്യങ്ങളിൽ കൂടുതൽ സഹായിക്കുക എന്നതിലുപരി ഈ ഒരു 18 അല്ലെ 19 20 22 25 വയസ്സിനുള്ളിൽ ആൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനാവുന്ന ഒരു സംവിധാനത്തിലേക്ക് അവർ സ്വയം കടന്നു വരണം. അതിനുള്ള വഴികൾ മാതാപിതാക്കൾ ചൂണ്ടിക്കാണിക്കണം. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ വരണം. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഒരു മകൻ്റെ ഒരു ഫാമിലിയെ കൂടി പോറ്റാനുള്ള സാധ്യത, പ്രത്യേകിച്ച് 30 വയസ്സുള്ള ഒരാളാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പേരൻസ് 50-55 വയസ്സ് അല്ലെ 60 വയസ്സൊക്കെ ഉള്ള ആളുകളായിരിക്കും. അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ സഹായിക്കേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ആൺകുട്ടിയുടെ ഒരു പക്വതയുടെ തലത്തിലേക്ക് വരാനുണ്ട്. അത് അവർ കുറച്ചുകൂടെ അധ്വാനിക്കണം. സ്കൂളിലാണെങ്കിലും അധ്വാനിക്കണം, ഭവനത്തിലാണ് അധ്വാനിക്കണം. അതുപോലെ തന്നെ അവർ ആ ഒരു ഇത്ര പ്രായമൊക്കെ കഴിയുമ്പോഴേക്കും തൊഴിലിലേക്ക് എത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ കൊണ്ടുവരണം. നമ്മൾ കാണുന്ന ഈ ഉപയോഗിക്കുന്ന മൊബൈലും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം ഒന്നാം ലോകത്തിൻ്റെ അതേ സുഖ സൗകര്യങ്ങളാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത്. പക്ഷെ ഒന്നാം ലോകത്ത് ജീവിക്കുന്ന ആ മനുഷ്യരുടെ മെൻറ്റാലിറ്റി നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ അവർ 18 വയസ്സ് കഴിയുമ്പോൾ അവർ തന്നെ ജോലി ചെയ്ത്, തന്നെ വഴി കണ്ടെത്തി, തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇവിടെയെല്ലാം മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ആശ്രിത മനോഭാവത്തിൽ നിന്ന് മാറുകയാണ്. അതുകൊണ്ട് ഇവർ ആ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്ന ആ ഒരു ഇതിലേക്ക് കുറച്ചുകൂടെ ഏർലി കടന്നു വരണം. നമ്മളിവിടെ വളരെ ലേറ്റായിട്ട് മച്യൂറാകുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അത് ഈ പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജൊക്കെ ഉള്ള സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോഴാണ് ഇവർ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. നേരെ ഇവർക്ക് പറ്റിയ ഒരാളെ കണ്ടെത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇതൊരു വെറും പ്രസംഗം കൊണ്ടോ അഭിപ്രായം കൊണ്ടോ ഇത് പരിഹരിക്കപ്പെടുകയല്ല. ഇത് മെൻറ്റാലിറ്റിയിൽ കുറേയും കൂടെ ചേഞ്ച് വേണം. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു പിതാവ് പറഞ്ഞൊരു കാര്യം, അത് ഞാൻ പിതാവിനോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെയും കൂടി കണ്ണു തുറന്നൊരു കാര്യമാണ്. ഞാൻ പിതാവിനോട് ചോദിച്ചത്, ഈ പിള്ളേരെ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് അവൻ കൊണ്ടുവരുന്ന പെൺകുട്ടിയുടെ കാര്യം കൂടി കാരണവന്മാരെ ഏറ്റെടുത്താൽ അവന് ധൈര്യം കിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ പിതാവ് അതിന് പറഞ്ഞ ഉത്തരം വളരെ വ്യത്യസ്തമാണ്. അതിലും നല്ലത് ഈ 25-ാമത്തെ വയസ്സിൽ അവൻ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് അവനെ എത്തിക്കുക, മാതാപിതാക്കൾ അവനെ എത്തിക്കുക, എനിക്ക് എത്തണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടാവുക. ഇത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവസമൂഹത്തിലും നമ്മുടെ വീടുകളിലും ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു വ്യത്യാസത്തെക്കുറിച്ചാണ് പിതാവ് വിരൽ ചൂണ്ടുന്നത്. അഭിവന്ദ്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിലൂടെ വളരെ സരളമായ രീതിയിൽ സഭയുടെ സ്വരം, നമ്മളിന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ സഭയുടെ സ്വരം എന്താണെന്ന് പിതാവ് നമ്മളോട് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. ഈ ചിന്തകൾ ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും പിതാവിൻ്റെ ഹൃദയം തുറന്ന ചിന്തകൾ നമ്മൾ ശ്രവിക്കും. അതുവരെ എല്ലാവർക്കും ഹൃദയപൂർവ്വമായ